ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ പ്രിപ്പറേഷനാണ്. ഇപ്പോൾ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് പല പരീക്ഷണങ്ങളും അതുപോലെ പലഹാരങ്ങളും അതുപോലെ ഉച്ചയ്ക്കുള്ള ലഞ്ചിനായാലും ഒക്കെ പല പല കാര്യങ്ങളെല്ലാം തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ദോശമാവ് വെച്ച് തയ്യാറാക്കുന്ന ഒരു പലഹാരമാണ്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മെയിനായിട്ട് ദോശമാവ് തന്നെ. ഒന്നുകിൽ നമ്മൾ ദോശമാവ് തയ്യാറാക്കുന്നതിൻ്റെ ബാലൻസ് വന്നിട്ടോ അല്ലെങ്കിൽ ആദ്യമേ തന്നെ കുറച്ച് മാവ് അങ്ങോട്ട് മാറ്റി വെച്ച് കുറച്ച് ഉള്ളി അതുപോലുള്ള സാധനങ്ങൾ നിത്യേന നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്ന നല്ലൊരു പണിയാരത്തിൻ്റെ പ്രിപ്പറേഷനാണ്. വളരെ ഈസി ആയിട്ട് രുചികരമായിട്ട് തയ്യാറാക്കാവുന്ന ഈ ഒരു പണിയാരം എങ്ങനെ തയ്യാറാക്കാം എന്നൊന്ന് കണ്ടു നോക്കാം. പ്രിപ്പറേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഴിപ്പണിയാരം ആ ഒരു ദോശമാവിൽ വെച്ച് തയ്യാറാക്കുന്നതാണ്. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരട്ടെ. 1.5 ടീസ്പൂൺ കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഉഴുന്ന് ഒന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ വഴറ്റാനായിട്ടുള്ളത് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു സമയം ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നമ്മൾ ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. 1.5 ടീസ്പൂണെങ്കിലും ചേർക്കേണ്ടതാണ്. എല്ലാം ചെറുതായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വലിയൊരു ഉള്ളി സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു 1/4 ഭാഗം നമ്മളിപ്പോൾ ചേർക്കുകയാണ്. 1/4 ഭാഗം നമ്മൾ ചേർക്കുന്നില്ല. ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് ഫ്രഷായിട്ട് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. കുഴിപ്പണിയാരത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യം തന്നെ ദോശമാവാണ്. ദോശമാവ് നമുക്ക് ചെറിയൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെറുതായിട്ടൊന്ന് ഇത് ചെയ്ത് വെച്ച തേങ്ങയും അതുപോലെ ഉള്ളിയെല്ലാം നമ്മൾ ഈ ഒരു ദോശമാവിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ്, അതായത് ഒരു ഉള്ളിയുടെ പകുതി നമ്മൾ കുറച്ച് ഒരു 1/4 ഭാഗം നമ്മൾ ഫ്രഷായിട്ട് വെച്ചിരിക്കുന്നില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ച് എടുക്കണം. അപ്പം അതിൽ തന്ന് ആ ഒരു ബാറ്ററിൽ വന്നിട്ട് ടൈറ്റായിട്ട്, അതായത് കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് അതിൽ വെള്ളം കൂടി ചേർക്കേണ്ടതാണ്. അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ഒരുപാട് തിക്കും അല്ല എന്നാൽ ഭയങ്കര ലൂസും അല്ല. ഓക്കെ, അപ്പോൾ 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തു. ഇപ്പോൾ അപ്പോൾ ഇനി നമ്മുടെ ആ ഒരു ഉണ്ണിയപ്പച്ചട്ടി ചൂടായി വന്നിരിക്കും. അതിലോട്ട് നമുക്ക് ഈ ഓരോ കുഴികളിലും നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ പോലെ തന്നെ ഇത് ഒഴിച്ച് ചുട്ടെടുക്കാവുന്നതാണ്. ഇതൊന്ന് നമുക്കിനി മൂടി വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊന്തി വരുന്ന സമയത്ത് നമുക്കിത് മറിച്ചിടേണ്ടതാണ്. ഫ്ലെയിമൊക്കെ ഒന്ന് മീഡിയം ഹീറ്റിലാക്കി കൊടുക്കണം. 2-3 പ്രാവശ്യമൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടൊന്ന് എടുക്കേണ്ടി വരും. ഉടനെ ഒന്നും അത് കറക്റ്റ് ആവത്തില്ല. ഒരുപാട് സമയം കഴിഞ്ഞ് ഈ അടിയിൽ ഇങ്ങനെ ബൾജ് ചെയ്ത് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് അടിയിൽ കട്ടിയായി വരുമ്പം തന്നെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നമ്മൾ മൂടി കൊടുക്കുകയാണ്. പിന്നെ നമ്മളൊന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഉണ്ടോ, 2 സൈഡും നല്ല ബൾജ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒന്ന് അര വേവ് ആകുമ്പം തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അടിവശം ചപ്പിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആദ്യമേ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണമെന്ന്. ഇനി നമ്മൾ ക്ലോസ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് ഏകദേശം ആയിക്കഴിഞ്ഞു. കണ്ടോ, ഇപ്പോൾ ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ നമ്മളിതിൽ നിന്ന് മാറ്റേണ്ടതാണ് ഓയിലൊന്നും അധികം കുടിച്ചിട്ടൊന്നുമില്ല.
അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ബാച്ചും ഇവിടെ ആയിക്കഴിഞ്ഞു. നമുക്കതങ്ങോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കുഴിപ്പണിയാരം ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ദോശമാവൊക്കെ ബാലൻസ് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് ദോശമാവൊക്കെ എടുത്ത് മാറ്റിയിട്ടോ ഇതുപോലെ തയ്യാറാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഇനി എങ്ങനെയാണെന്നൊന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ഉള്ളിയൊക്കെ നല്ലപോലെ ചേർത്തുകൊണ്ട് പിന്നെ ഉഴുന്നൊക്കെ ചേർന്നല്ലേ ദോശയുടെ മാവ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പണിയാരത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിൽ ഉഴുന്ന വടയുടെ കുറച്ചൊരു ടേസ്റ്റും കൂടെ വന്നിട്ടുണ്ട്. അപ്പം ദോശയുടെ മാവൊക്കെ ബാലൻസ് വരുമ്പോഴും അല്ലാതെയൊക്കെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് കേട്ടോ.